അർജുനൻ ഫിലിം അഞ്ചു മക്കളും എനിക്ക് അതാണ് സംഭവിച്ചത്. പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡ്യൂസേഴ്സും കൂടിയിട്ട് എന്നെ ആക്ച്വലി റേപ്പ് ചെയ്യാൻ നോക്കി പൊള്ളാച്ചിയില്. മറ്റേ മോഹം മനസ്സിലുള്ളിൽ ആ സോങ് ഒക്കെ നമ്മൾ എടുത്തത് പൊള്ളാച്ചിയിലാണ്. ആ സോങ് കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെടുന്ന ദിവസം എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രൊഡക്ഷൻ മാനേജർ പേര് ഷൺമുഖമണ്ണൻ. പക്ഷെ പുള്ളി ഇപ്പൊ മരണപ്പെട്ടു പോയി. പിന്നെ ആ പ്രൊഡ്യൂസറും അവർ ആൾമാർ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് പുറപ്പെടുമ്പോ നമ്മൾ ഒരു ഡീസെന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുമല്ലോ, ഓക്കെ സാർ പുറപ്പെട്ടു എന്ന് പറയാൻ പോകൂല്ലേ. അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റൻസ് രണ്ടുപേരും കൂടിയിട്ട് അവരുടെ മുറിയിലേക്ക് ചെന്നു. അപ്പൊ അവരും ഒരു സുഹൃത്തുക്കളും ഫുള്ള് വെള്ളം അടിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയായിരുന്നു അതിന്റെ മേഖല. പിന്നെ എന്നെ ലേഡി അസിസ്റ്റന്റിനെ സാരി ഊരാൻ നോക്കി, എന്റെ മെയിൽ അസിസ്റ്റന്റ് അടിച്ചു, എന്റെ പുറകെ വന്നു. ഞാൻ പുറത്തെ ഓടിപ്പോയിട്ട് പിരിച്ച് കുറച്ച് ഓട്ടോക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ മറ്റേ റിസപ്ഷനിസ്റ്റും അവർക്ക് സപ്പോർട്ടാ. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് അവർ കയ്യിലെ പിടിച്ചു. അവരും അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ പിന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാല് എന്റെ അച്ഛന് മറ്റേ കലൈനീരുടെ ഫ്രണ്ടാണ് ചീഫ് മിനിസ്റ്റർ. അപ്പൊ അവരെ അച്ഛൻ വിളിച്ചു. വിളിച്ചപ്പോ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചു. ഇവിടെയുള്ള പോലീസുകാരൻ വന്നു അവരെ അകത്താക്കി. പക്ഷെ തെറ്റൊരു കാര്യമായിട്ട് ഞാൻ മാറി അവിടെ. ഇത് എനിക്ക് കുറെ മലയാളം മൂവീസ് നഷ്ടപ്പെട്ടത് കാരണം കുറെ പേര് എന്നോട് അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മലയാളത്തിൽ കുറവായത് എന്റെ പേയ്മെന്റും മൂവീസും ആയ ബിക്കോസ് ഓഫ് ദിസ് അഡ്ജസ്റ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ലോ ബഡ്ജറ്റ് ഫിലിംസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. കൂടുതൽ തമിഴ്, തെലുഗു, മലയാളം, കന്നഡം 4 ലാംഗ്വേജിൽ ഞാൻ അഭിനയിച്ചു. ഇത് കൂടുതൽ ഉള്ളത് മലയാളത്തിൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ന്യൂ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് ആർ കമ്മിങ് ഫ്രം ദുബായ്. ഇവർ സിനിമ പിടിക്കാൻ വരുന്നത് തന്നെ പെൺപിള്ളേരെ വളയ്ക്കാണ്. ഇത് സ്റ്റോപ്പ് ആവണം. ഇതിനെ ഹേമ കമ്മിറ്റി ചെയ്യുന്നത് നല്ല ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.